നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ വാർത്ത ഏറെ ആശങ്കയോടെയാണ് പൊതുജനങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ചും തീരപ്രദേശത്തുള്ള ആളുകൾക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ തീരത്തടിയുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ ഇന്നലെയാണ് വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ അറബിക്കടലിൽ ചെരിഞ്ഞത്. കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ നിലവിൽ കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലാണ് കരയ്ക്കടിഞ്ഞത്. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞേക്കാമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം കളക്ടർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നത് ഈ കപ്പലിൽ 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇവയിൽ 73 കണ്ടെയ്നറുകളിൽ ഒന്നും തന്നെയില്ല. എന്നാൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണ് ഉള്ളത്. ഇവയിൽ ചിലതിൽ കാൽഷ്യം കാർബൈഡ് എന്ന വെള്ളം ചേർന്നാൽ തീ പിടിക്കാവുന്ന അസെറ്റിലീൻ ഗ്യാസ് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള രാസവസ്തുവും ഉണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കർശന ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. കപ്പലിൽ നിന്നുള്ള വസ്തുക്കളെന്ന് തോന്നാവുന്നവ തീരത്ത് അടിഞ്ഞത് കണ്ടാൽ അവയിൽ തുടരുത്, അടുത്തു പോകരുത് എന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. കൂടാതെ ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുകയും വേണം. കപ്പലിൽ നിന്നുള്ള വസ്തുക്കളെന്ന് തോന്നുന്നവ തീരത്തടിഞ്ഞാൽ ചുരുങ്ങിയത് 200 മീറ്റർ എങ്കിലും മാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടം കൂടി നിൽക്കുകയോ അധികൃതർ ഈ വസ്തുക്കൾ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യരുത്. പൊതുജനങ്ങളും മാധ്യമപ്രവർത്തകരും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കർശന ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.